ഒരുപാട് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ അസഹ്യമായ ഒരു വേദന അനുഭവം. ഏറ്റവും അടിയിൽ നമ്മളുടെ ബട്ടക്സിന് ഏറ്റവും അടിയിൽ നിന്നൊരു വേദന വരിക. ആ വേദന കാരണം കുറച്ചൊന്ന് സ്റ്റക്കായി പോവുക. കുറേ നേരം ഒരു ഹാർഡായിട്ടുള്ള സർഫസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഡീപ്പായിട്ടുള്ള ഒരു കാറിൻ്റെ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സോഫയിൽ നിന്ന് ഇരുന്ന് നിൽക്കുമ്പോൾ നല്ല വേദന വരിക. ഇതിനൊക്കെയാണ് കോക്സിഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോക്സിഡൈനിയ? അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്തൊക്കെയാണ് ചികിത്സകൾ? ഒരുപാട് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ അസഹ്യമായ ഒരു വേദന അനുഭവം. ഏറ്റവും അടിയിൽ നമ്മളുടെ ബട്ടക്സിന് ഏറ്റവും അടിയിൽ നിന്നൊരു വേദന വരിക. ആ വേദന കാരണം കുറച്ചൊന്ന് സ്റ്റക്കായി പോവുക. കുറേ നേരം ഒരു ഹാർഡായിട്ടുള്ള സർഫസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഡീപ്പായിട്ടുള്ള ഒരു കാറിൻ്റെ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സോഫയിൽ നിന്ന് ഇരുന്ന് നിൽക്കുമ്പോൾ നല്ല വേദന വരിക. ഇതിനൊക്കെയാണ് കോക്സിഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. അപ്പോൾ എന്താണ് കോക്സിഡൈനിയ? അതായത് നമ്മൾ നട്ടിലെ ഏറ്റവും അവസാനത്തെ എല്ല്, നമ്മളുടെ സ്പൈനൽ കോളത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എല്ലുകൾക്കാണ് കോക്സിക്സ് എന്ന് പറയുന്നത്. ഈ കോക്സിക്സിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വന്നിട്ട് ആ ഭാഗത്തുള്ളൊരു ട്രാക്ഷൻ വരികയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനാണ് കോക്സിഡൈനിയ എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഇത് വരുന്നത്? പൊതുവേ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ബോണിൻ്റെ മുകളിൽ ഇരുന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഴ്ചകൾക്ക് കോക്സിഡൈനിയ കാരണമാവാറുണ്ട്. അതുപോലെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ലേബർ, അതായത് ഒരു ബിഗ് ബേബി, ഒരു പ്രസവ സമയത്ത് നമുക്ക് വലിയൊരു നല്ല പ്രൊലോങ്ഡ് ലേബർ വരുമ്പോൾ ആ ഭാഗത്ത് കുട്ടിയുടെ തല ഇറങ്ങി വരുമ്പോൾ ആ എല്ലിൻ്റെ ലിഗമെൻസിന് കുറച്ച് ട്രാക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുമ്പോഴൊക്കെ പ്രസവത്തിന് ശേഷം ഈ കോക്സിഡൈനിയ പറയാറുണ്ട്. അതുപോലെ ആ ഭാഗത്തുള്ള എന്തെങ്കിലും മസിൽസിൻ്റെ സ്പാസം കാരണം ഉണ്ടാവാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ കൂടിയിട്ട് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന അവസ്ഥ കൂടിയിട്ട് ആ ഭാഗത്തിൽ മസിൽസിന് സ്ഫിങ്ക്ടറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതും കോക്സിഡൈനിയ ആയിട്ട് തോന്നാം. പക്ഷേ എല്ലുകൾക്ക് വരുന്ന വേദനയാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്തൊക്കെയാണ് ചികിത്സകൾ? കോക്സിഡൈനിയ തിരിച്ചറിയാൻ നമുക്ക് പൊതുവേ ക്ലിനിക്കൽ ഹിസ്റ്ററി തന്നെയാണ് വേണ്ടത്. പേഷ്യൻ്റെ പെയിന് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള കൃത്യമായിട്ട് അറിവ് നമ്മൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അലൈൻമെൻറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ഡിസ്ലൊക്കേഷനോ കണ്ടീഷനോ എന്തെങ്കിലും മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, വീഴ്ചകൾ വന്നിട്ടുണ്ടോ, പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നോ, ആ ഭാഗത്ത് എന്തെങ്കിലും ഊരടിച്ച് വീണുണ്ടായിരുന്നോ എന്നെങ്കിലും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വേദന വേറെ എന്തെങ്കിലും കൊണ്ടാണോ വരുന്നതെന്നുള്ളത് ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് നോക്കണം. അതായത് ആ ഭാഗം പരിശോധിച്ച് തന്നെ നോക്കണം. ചിലപ്പോൾ ആ ഭാഗത്തുള്ള എന്തെങ്കിലും പൈൽസോ ഫിസ്റ്റുലോ കാരണങ്ങൾ, ആ ഭാഗത്തുള്ള ആനൽ സ്ഫിങ്ക്ടറിന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ നിന്നാണല്ലോ വേദന വരുന്നത്. അപ്പോൾ അത് പരിശോധിക്കണം. പൈലോനിയൽ സൈനസ് ആവാം, ഇൻഫെക്ഷൻ ആവാം, ആബ്സസ് ആവാം. അതുപോലെ ആ മസിൽസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് തരത്തിലുള്ള സ്പാസം കൊണ്ടും ഇത്തരത്തിലുള്ള വേദനയാണ് നമുക്ക് തോന്നിയേക്കാം. അപ്പം ഡയറക്റ്റ് ആ ഭാഗം തന്നെ പരിശോധിച്ചാലേ നമുക്ക് കാര്യം പിടികിട്ടുള്ളൂ. എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ? കോക്സിഡൈനിയക്ക് പൊതുവേ ഒരു പെട്ടെന്നുണ്ടായ വേദന അല്ലെങ്കിൽ വീഴ്ചകളോട് ഉണ്ടായ വേദനയാണെങ്കിൽ അത് നമുക്ക് റെസ്റ്റും മെഡിസിൻസും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള വേദന സംഹാരികളും തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. ആ ഭാഗത്ത് അധികം നേരം ഇരിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. കുഷ്യൻ, ഒരു കോക്സിക്സിൻ്റെ പില്ലോ വാങ്ങിക്കാൻ കിട്ടും. അത് ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടുള്ള കോക്സിഡൈനിയ പില്ലോ എന്ന് പറയും. കോക്സിക്സിൻ്റെ പില്ലോ ഡോണറ്റ് ഷേപ്പിലുണ്ട്. അതുപോലെ ബാക്കിൽ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള പില്ലോസ് വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ മുകളിൽ മാത്രം ഇരിക്കുക. സോഫ്റ്റ് ആയിട്ട് സ്ഥലത്ത് മാത്രം ഇരിക്കുക. ഹാർഡായിട്ടുള്ള പ്രതലങ്ങളിലോ അല്ലെങ്കിൽ ഡെസ്കിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ചെയറിലോ ഒക്കെ ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പ്രൊലോങ് സിറ്റിംഗ് അവോയ്ഡ് ചെയ്യാം. എക്സസൈസുകളുണ്ട്, പെൽവിക് ഫ്ലോർ എക്സസൈസുകളുണ്ട്. അതുപോലെ കോക്സിക്സിൻ്റെ പുള്ളിങ് എക്സസൈസുകളൊക്കെ ഇതിന് ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. ഇത്തരം എക്സസൈസൊക്കെ ചെയ്തിട്ട് പെയിൻ കുറഞ്ഞു വരികയാണെങ്കിൽ പിന്നെ ഫർദർ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത്തരത്തിൽ ചികിത്സകൾ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊരു പെയിൻ മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രത്യേകിച്ച് വേറെ ഇഞ്ചെക്ഷൻസോ കാര്യങ്ങളോ ആവശ്യമില്ല. പക്ഷേ ഇതൊരു ക്രോണിക് പെയിൻ ആയിക്കഴിഞ്ഞാൽ, അത് 3 മാസത്തിൽ കൂടുതൽ ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചെക്ഷൻ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ട് വരും. ഇതിൽ പെടുന്നതാണ് ഗാംഗ്ലിയോൺ ഇംബാർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കോക്സിക്സിൻ്റെ ഏറ്റവും അറ്റത്ത് അതിൻ്റെ സിമ്പത്തിക് ചെയിൻ ഗാംഗ്ലിയോണിൻ്റെ ഒരു അറ്റമുണ്ട്. ഗാംഗ്ലിയോൺ ഇംബാർ എന്ന് പറയുന്ന നാഡീവ്യൂഹങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഡയറക്റ്റ് എക്സ്റേയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇഞ്ചെക്ഷൻ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന വേദനയുടെ സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുകയും ആ പേഷ്യൻ്റ് വേദന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ചിലപ്പോൾ കോക്സിഡൈനിയ എന്ന് പറയുന്ന അസുഖം മറ്റെന്തെങ്കിലും കാരണങ്ങളോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പുറമേ ചിലപ്പോൾ ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും വരാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കും ഈ പറയുന്ന ഗാംഗ്ലിയോൺ ഇംബാർ ബ്ലോക്ക് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ഒരു യങ് ലേഡിക്ക് ചെയ്യേണ്ടതായി. അതായത് അവർ വന്നത് ഒരു ബർത്ത്, അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അസഹ്യമായൊരു വേദന വന്നു. പക്ഷെ അത് മാറുന്നില്ല. കുട്ടിക്ക് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് വരെ കാത്തു നോക്കി, മാറുന്നില്ല. പലതരത്തിലുള്ള ചികിത്സാ രീതികളോട് മുന്നോട്ട് പോയി. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറും, കുഷ്യൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആ ഒരു പെയിൻ അലട്ടുന്നതുകൊണ്ട് നമ്മളെടുത്ത് വന്നപ്പോൾ നമ്മളിങ്ങനൊരു ചികിത്സ പറഞ്ഞു, അതായത് ഗാംഗ്ലിയോൺ ഇംബാർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് വന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു 35 വയസ്സുള്ള ഒരു യുവതി ഊര കുത്തി വീണതായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് വേറെ അങ്ങനെ കൊണ്ട് സഹിച്ച് പോവുമായിരുന്നു. പ്രഗ്നൻസി സമയത്തായിരുന്നു വീണത്. അതുകൊണ്ട് പിന്നെ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ മരുന്നുകൾ കഴിച്ചു, മാറ്റം വരുന്നില്ല. എക്സസൈസ്, ഫിസിയോതെറാപ്പി, ഡോണറ്റ് കുഷ്യൻസ് ഒക്കെ യൂസ് ചെയ്തു, മാറുന്നില്ല. അങ്ങനെയാണ് നമ്മളെടുത്ത് എത്തുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഗാംഗ്ലിയോൺ ഇംബാർ ബ്ലോക്ക് തിയേറ്ററിൽ നിന്നാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആ ഒരു കോക്കിക്സിൻ്റെ അവിടെ നിന്ന് വരുന്ന നാഡീവ്യൂഹങ്ങളെ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇത് പറയാം. അപ്പോൾ നേരത്തെ ഇവിടെയാണ് ആ ഒരു ഗാംഗ്ലിയോൺ ഇംബാർ എന്ന് പറയുന്ന നാഡീവ്യൂഹങ്ങളുള്ളത്. ഇതാണ് കോക്കിക്സ് ബോണ്. കോക്സ് ബോൺ ഇവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ് കോക്സിഡൈനിയ എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഈ ഒരു ഡയറക്റ്റ് ഇവിടെ തന്നെ നീഡിൽ പ്ലേസ് ചെയ്തു. നീഡിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്റേ ഗൈഡൻസിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത് വിട്ടു. ആ ഒരു നീഡിൽ അവിടെ എത്തിയതിന് ശേഷം ഡൈ കൊടുത്തു. ഇതാണ് ഡൈ സ്പ്രെഡ്. ഈ ഒരു ഭാഗത്താണ് നെർവിൻ്റെ കൂട്ടം ഉണ്ടാവുക. അപ്പോൾ ഡൈ കൊടുത്തു, അതിന് ശേഷം കൺഫേം ചെയ്തു, കുറച്ചുകൂടി ഡൈ കൊടുത്ത് കൺഫേം ചെയ്തു. എന്നിട്ട് നമുക്ക് ആൻറ്റീരിയർ വ്യൂ എടുത്തിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതും കൂടി ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഡയറക്റ്റ് മെഡിസിൻ കൊടുക്കുന്നതാണ് ഗാംഗ്ലിയോൺ ഇംബാർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു OPD പ്രൊസീജിയറാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റിക്കവറി സ്റ്റേജും കിട്ടും. പേഷ്യൻസിന് എക്സസൈസ് ചെയ്യാനും ആ ഭാഗത്തുള്ള വെറുതെ വരുന്നൊരു കുത്തിപ്പറിക്കുന്ന വേദന കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കും. ഇതിനെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഗാംഗ്ലിയോൺ ഇംബാർ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കാരണം വെച്ചാൽ ഇത് വെറുതെ വേദന സഹിച്ചു കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയല്ല. അപ്പോൾ ഒരുപാട് മരുന്നുകളും ഫിസിയോതെറാപ്പി, എക്സസൈസോ എല്ലാം ട്രൈ ചെയ്തിട്ട് അടുത്തവർക്ക് ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ടെന്നുള്ള അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളുടെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളുടെ സ്വകാര്യ സ്ഥലമായതുകൊണ്ട് പെയിന് പറയാതെ സഹിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വേദനയ്ക്ക് ചികിത്സാ രീതികളുണ്ടെന്ന് അറിഞ്ഞു വയ്ക്കുകയും മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യും.